ഹലോ നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ കഴിഞ്ഞു അല്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. 47ാമത് അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അടുത്ത വർഷം, അതായത് ജനുവരി 20 സ്ഥാനമേൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അമേരിക്കൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ആണ് US-ന്റെ 47ാം പ്രസിഡന്റായി ചരിത്രവിധി നേടിയത്. ആരായിരുന്നു? ഡൊണാൾഡ് ട്രംപ്. നമ്പർ ഓർത്തിരിക്കുക, 47ാമത്തെ പ്രസിഡന്റ് ആണ്. US-ന്റെ 47ാം പ്രസിഡന്റ് ആയിട്ടാണ് ഡൊണാൾഡ് ട്രംപ് വരാൻ പോകുന്നത്. 47ാമത്തെ പ്രസിഡന്റ്, നല്ല ചിരിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. 47ാം പ്രസിഡന്റ് ആയിട്ട് വരാൻ പോവുകയാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഐക്യനാടുകളുടെ 45ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ഡൊണാൾഡ് ട്രംപ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഡൊണാൾഡ് ട്രംപിനെ പരിചയമുണ്ട്. എങ്ങനെ പരിചയമുണ്ട്? മുന്നേ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് അല്ലെ? മുന്നേ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. എത്രാമത്തെ ആയിരുന്നു? 45ാമത്തേത്. അതായത് നമ്മുടെ ഈ ജോ ബൈഡന് തൊട്ട് മുന്നേ ആരായിരുന്നു? നമ്മുടെ ട്രംപ് ആയിരുന്നു. 45ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ഡൊണാൾഡ് ട്രംപ്. അങ്ങനെയെങ്കിൽ നിലവിലുള്ളത് എത്രാമത്തെയാണ്? നിലവിലുള്ളത് 46ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. 47ാമത്തേതായിട്ട് വീണ്ടും നമ്മുടെ ട്രംപ് വരാൻ പോവുകയാണ്. ഇദ്ദേഹം ഒരു അമേരിക്കൻ ബിസിനസ്സുകാരനും രാഷ്ട്രീയക്കാരനും ടെലിവിഷൻ അവതാരകനും ആയിരുന്നു. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യമുണ്ട്, അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ ബിസിനസ്സുകാരനാണ്, ഒരു രാഷ്ട്രീയക്കാരനാണ്, പിന്നെ ആരായിരുന്നു? ഒരു ടെലിവിഷൻ അവതാരകൻ കൂടിയായിരുന്നു നമ്മുടെ ഡൊണാൾഡ് ട്രംപ്. ഒരു ടെലിവിഷൻ അവതാരകൻ കൂടിയായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. 2016 റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി ഹിലാരി ക്ലിന്റനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് 45ാം പ്രസിഡന്റായി വരുന്നത്. അപ്പൊ എന്താണ്? 2016 റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഹിലാരി ക്ലിന്റനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നത്. 2017 ജനുവരി 20 ട്രംപ് ഔദ്യോഗികമായി സ്ഥാനമേറ്റു. നമുക്കറിയാം, അമേരിക്കയുടെ ചരിത്രത്തിൽ ജനുവരി 20 വളരെ പ്രധാനമുണ്ട്. ജനുവരി 20 അമേരിക്കൻ പ്രസിഡന്റുമാർ സ്ഥാനമേൽക്കുന്നത് അല്ലെ? അതായത് നമ്മുടെ 47ാം പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കാൻ പോകുന്നതും അടുത്ത വർഷം 2025 ജനുവരി 20 2020 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ട് സ്ഥാനമൊഴിഞ്ഞു. 2020 ജോ ബൈഡനോട് പരാജയപ്പെട്ട് സ്ഥാനമൊഴിഞ്ഞ വ്യക്തിയാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ്. 2024 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ട്രംപ് ആകെ 538-ൽ 312 ഇലക്ട്രൽ കോളേജ് വോട്ട് നേടി അമേരിക്കയുടെ 47ാമത് നിയുക്ത പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2025 ജനുവരി 20 അമേരിക്കൻ പ്രസിഡന്റായി അദ്ദേഹം സ്ഥാനമേൽക്കും. അപ്പൊ ഈ ഡേറ്റ് ഓർത്തിരിക്കുക, ജനുവരി 20 ഡൊണാൾഡ് ട്രംപ് അടുത്ത അമേരിക്കയുടെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത്. എതിരാളിയായി മത്സരിച്ചത് ആരായിരുന്നു? ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വനിതാ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ് ആണ്. കമല ഹാരിസിനെ നമുക്കറിയാം, നിലവിലെ വൈസ് പ്രസിഡന്റ് ആണ് കമല ഹാരിസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ വംശജ കൂടിയാണ്, ഒരു ഇന്ത്യൻ വേറുള്ള വ്യക്തിയാണ് കമല ഹാരിസ്. അപ്പോൾ കമല ഹാരിസിനെയാണ് ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെടുത്തിയത്. കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വനിതാ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു. കമല ഹാരിസ് 226 വോട്ടുകളാണ് കമല ഹാരിസ് നേടിയത്. 226 വോട്ടുകളാണ്. ഓരോ 4 വർഷത്തിലും നവംബറിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ അവർക്കൊരു ഫിക്സഡ് ഡേറ്റ് ഉണ്ട്. ഓരോ 4 വർഷം കൂടുമ്പോഴും നമുക്കറിയാവുന്നതാണ്, അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി 4 വർഷമാണ്. ഓരോ 4 വർഷത്തിലും നവംബറിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. യോഗ്യത നേടുന്നതിന് സ്ഥാനാർത്ഥിക്ക് 35 വയസ്സ് തികഞ്ഞിരിക്കണം. 35 വയസ്സ് പ്രായമുണ്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയൂ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ജനിച്ച് കഴിഞ്ഞ 14 വർഷം US-ൽ ജീവിച്ചിരിക്കണം. അപ്പോൾ ഒരു US പൗരനായിരിക്കണം. കൂടാതെ US പൗരനാണെന്ന് വിചാരിച്ച് US തന്നെ ഉണ്ടാവണമെന്നില്ലല്ലോ. US പൗരനായിരിക്കണം. 14 വർഷം US-ൽ ജീവിച്ചിരിക്കണം. ആർക്കൊക്കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകാം? നമുക്ക് പറ്റുമോ? നമുക്ക് പോയി അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ പറ്റുമോ?
ഇല്ല. അപ്പോൾ ആർക്കൊക്കെ പറ്റും നോക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്വാഭാവികമായി ജനിച്ച ഒരു പൗരൻ. അപ്പോൾ സ്വാഭാവികമായി US-ൽ ജനിച്ച ഒരു പൗരനായിരിക്കണം. നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രസിഡന്റ് ആകണമെങ്കിൽ എന്തായിരിക്കണം? ഇന്ത്യൻ പൗരനായിരിക്കണം. പൂർണ്ണമായിട്ടും അതൊരു ഇന്ത്യൻ പൗരൻ തന്നെ ആയിരിക്കണം. അപ്പൊ ഇതേ കണ്ടീഷൻ തന്നെയാണ് അമേരിക്കയിലുള്ളത്. അമേരിക്കയിൽ ജനിച്ച ഒരു പൗരനായിരിക്കണം. 14 വർഷമായി അമേരിക്കയിൽ സ്ഥിര താമസക്കാരനായിരിക്കണം. അമേരിക്കയിൽ ജനിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയി സ്ഥിര താമസക്കാരനായിരുന്നാൽ നടക്കൂ? ഇല്ല. 14 വർഷമായിട്ട് അമേരിക്കയിൽ സ്ഥിര താമസക്കാരനായിരിക്കണം. കുറഞ്ഞത് 35 വയസ്സുണ്ടായിരിക്കണം. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനും കുറഞ്ഞത് 35 വയസ്സുണ്ടായിരിക്കണം. എന്താകാൻ? ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാൻ. അപ്പോൾ ആ സെയിം ഏജ് ലിമിറ്റ് തന്നെയാണ് അമേരിക്കയിലും ഉള്ളത്. 35 വയസ്സ്, കുറഞ്ഞത് 35 വയസ്സ് ഉണ്ടായിരിക്കണം. അമേരിക്കൻ പൗരത്വത്തോടെ ജനിച്ച ഒരാളാണ് സ്വാഭാവികമായി ജനിച്ച പൗരൻ. അമേരിക്കൻ പൗരത്വത്തോടു കൂടി ജനിച്ചത്. ഇതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ജനിച്ച ഏതൊരു കുട്ടിയും, ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ജനിച്ച ഏതൊരു കുട്ടിയും വിദേശത്ത് ജനിച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പൗരന്മാരുടെ കുട്ടികളും ഒരു പൗരനായ മാതാപിതാക്കളുടെ വിദേശത്ത് ജനിച്ചവരും ഉൾപ്പെടുന്നു. അപ്പൊ ആരൊക്കെ ഉൾപ്പെടുന്നു? ഒന്ന്, US-ൽ ജനിച്ച ഒരു കുട്ടിയും, US-ൽ ജനിച്ച ഏതൊരു കുട്ടിയും. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു കുട്ടി US-ൽ ജനിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? US പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയും. US-ൽ ജനിച്ച ഏതൊരു കുട്ടിയും വിദേശത്ത് ജനിച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു പൗരന്റെ കുട്ടി, അപ്പൊ വിദേശത്ത് ജനിച്ച US ഒരു പൗരന്റെ കുട്ടി അല്ലെങ്കിൽ ഒരു പൗരനായ മാതാപിതാക്കളുടെ വിദേശത്ത് ജനിച്ചവരിൽ ഉൾപ്പെടുന്നു. അതായത് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ US പൗരനായിരിക്കണം. അങ്ങനെയുള്ളവരുടെ വിദേശത്ത് ജനിച്ച കുട്ടിയും ഉൾപ്പെടുന്നു. ഓർത്തിരിക്കുക, US-ൽ സ്വാഭാവികമായിട്ട് ജനിച്ച ഒരു കുട്ടി ഉൾപ്പെടുന്നുണ്ട്. പാരന്റ്സ് വിദേശത്താണ്, അവരിൽ ജനിച്ച ഒരു കുട്ടി ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ പാരന്റ്സ് എന്താണ്? US പൗരനാണ്. നമുക്ക് ഇല്ലേ, നമ്മുടെ വിദേശത്ത് താമസിക്കുന്നവർക്ക് വിദേശത്ത് കുട്ടികൾ ജനിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അവരെ ഇന്ത്യൻ സിറ്റിസൺ ആക്കാൻ വേണ്ടിയിട്ട് അവരിവിടെ രജിസ്റ്റർ, അവരുടെ എംബസി വഴി ഇവിടെ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയും അവരെന്താണ്? അവർ ഇന്ത്യൻ പൗരനല്ലേ, അവർ വിദേശത്ത് ജനിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് അവർ ഇന്ത്യൻ പൗരനല്ലാതാകുന്നില്ല, അവർ ഇന്ത്യൻ പൗരനാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെയും അമേരിക്കൻ പൗരനായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റുമാരുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകളാണ്. നോക്കാം. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ആണ്. ജോർജ് വാഷിംഗ്ടൺ ആണ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ്. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു അമേരിക്കൻ പ്രസിഡന്റും ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രതിനിധീകരിക്കാത്ത ഏക പ്രസിഡന്റും കൂടിയാണ് നമ്മുടെ ജോർജ് വാഷിംഗ്ടൺ. അപ്പൊ എന്താണ്? ജോർജ് വാഷിംഗ്ടണിന് എതിരാളി ഇല്ലായിരുന്നു, എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയെയും റെപ്രസെന്റ് ചെയ്തല്ല ജോർജ് വാഷിംഗ്ടൺ അമേരിക്കൻ പ്രസിഡന്റായി മാറുന്നത്. തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? അതും നമ്മുടെ ജോർജ് വാഷിംഗ്ടൺ തന്നെയാണ്. US ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ്, US ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് നിലവിലെ പ്രസിഡന്റായ ജോ ബൈഡൻ ആണ്. ഇത് നിലവിലെ കാര്യമാണ് പറയുന്നത്. 2021 അധികാരമേൽക്കുമ്പോൾ ജോ ബൈഡന് 78 വയസ്സും 61 ദിവസവുമായിരുന്നു പ്രായം. അപ്പൊ ഇനി അടുത്തതായി 2025 നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നു. അതോടെ ഈ റെക്കോർഡ് മാറും. അപ്പോൾ ഈ 2 മാസം കൂടി മാത്രമേ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡന്റ് എന്ന ഒരു ലേബൽ ആർക്കുള്ളൂ? നമ്മുടെ ജോ ബൈഡൻ ഉള്ളൂ. ഈ ഒരു മാസം, ഈ ഒരു നവംബർ ഡിസംബർ കൂടി ഉള്ളൂ. അത് കഴിയുമ്പോൾ ആർക്കാണ്? അത് കഴിയുമ്പോൾ അത് മാറിയിട്ട് ജനുവരി 20 മുതൽ ഡൊണാൾഡ് ട്രംപിനാണ് ആ റെക്കോർഡ് വരുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ US പ്രസിഡന്റ് തിയഡോർ റൂസ്വെൽറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ തിയോഡർ റൂസ്വെൽറ്റ് എന്നും പറയാം, തിയോഡർ റൂസ്വെൽറ്റ് എന്നും പറയാം. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അങ്ങനെ പറഞ്ഞോളൂ. ഏറ്റവും പ്രായം കുറഞ്ഞ US പ്രസിഡന്റ് ആണ് തിയഡോർ റൂസ്വെൽറ്റ്. ആരാണ്? തിയഡോർ റൂസ്വെൽറ്റ്. ഇത് നമ്മുടെ ഒരു പ്രൊനൗൺസിയേഷനിൽ വരുന്ന പ്രശ്നമാണ് ഈ തിയഡോർ. അതായത് അടുത്തിടെ നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആരാണ്? ബെഞ്ചമിൻ നെതന്യാഹു. അപ്പോൾ ന്യൂസിൽ ഒരു പത്ര കട്ടിങ്സിൽ അദ്ദേഹത്തിന്റെ പേര് ബെന്യാമിൻ നെതന്യാഹു എന്ന് കണ്ടു. അപ്പൊ പെട്ടെന്ന് വന്നപ്പോഴത്തേക്കും ബെഞ്ചമിൻ മാറി, ഇനി അദ്ദേഹത്തിന്റെ അനിയനോ ആരെങ്കിലും ആയോ എന്ന് എനിക്ക് ഡൗട്ട് അടിച്ചു. അപ്പൊ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ബെന്യാമിൻ നെതന്യാഹുവും എന്ത് തന്നെയാണ്? ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പൊ 2 പ്രധാനമന്ത്രിയോ, ബെന്യാമിൻ നെതന്യാഹു, ബെഞ്ചമിൻ നെതന്യാഹു. അപ്പൊ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഒരു വിദേശ രാജ്യത്തെ ഒരു ന്യൂസ് ക്ലിപ്പ് കണ്ടു. അതിൽ അവർ പ്രൊനൗൺസ് ചെയ്യുന്ന ബെന്യാമിൻ നെതന്യാഹു ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ബെഞ്ചമിൻ തന്നെയാണ് അവര് ബെന്യാമിൻ എന്ന് പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നതിൽ ഒരു പത്രത്തിൽ അവർ ബെന്യാമിൻ എന്ന് അടിച്ചു വിട്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. നമുക്ക് തിയഡോർ റൂസ്വെൽറ്റ് എന്നും പറയാം, തിയോഡർ റൂസ്വെൽറ്റ് എന്നും പറയാം. അപ്പൊ എന്തായാലും നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ഏറ്റവും പ്രായം കുറഞ്ഞ US പ്രസിഡന്റ് ആരാണ്?
തിയോഡോർ റൂസ്വെൽറ്റ് അല്ലെങ്കിൽ തിയോഡോർ റൂസ്വെൽറ്റ് ആണ്. 1901 വില്യം മക്കൻലി, ആരാണ്? വില്യം മക്കൻലി കൊല്ലപ്പെട്ടപ്പോഴാണ് 42 വയസ്സുള്ള റൂസ്വെൽറ്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് ആയത്. അപ്പൊ എന്താണ്? 1901 അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വില്യം മക്കൻലി കൊല്ലപ്പെടുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് റൂസ്വെൽറ്റ് എന്തായി മാറുന്നത്? റൂസ്വെൽറ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. തിയോഡോർ റൂസ്വെൽറ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയി മാറുകയാണ് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിലൂടെ. അപ്പൊ ഇതെന്താണ്? ഇത് പ്രസിഡന്റ് മരിച്ചതുകൊണ്ട് വൈസ് പ്രസിഡന്റ് ആയതാണ് അല്ലെ? അങ്ങനെയെങ്കിൽ തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ്, തിരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ പ്രസിഡന്റ് ആയതിനുള്ള റെക്കോർഡിനുടമ ജോൺ എഫ് കെന്നഡിക്കാണ്. ആർക്കാണ്? ജോൺ എഫ് കെന്നഡി. ജോൺ എഫ് കെന്നഡിയാണ് തിരഞ്ഞെടുപ്പിലൂടെ അമേരിക്കൻ പ്രസിഡന്റായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. ആര്? ജോൺ എഫ് കെന്നഡി. ഏറ്റവും കൂടുതൽ തവണ അമേരിക്കൻ പ്രസിഡന്റായ വ്യക്തി ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ആരാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് ഏറ്റവും കൂടുതൽ തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയത്. ഇപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ തവണ ആകാൻ പറ്റില്ല. കാര്യം എന്താണ്? ഒരു വ്യക്തിക്ക് 2 തവണ മാത്രമേ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ കഴിയൂ അല്ലെ? ഇപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല എന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയ വ്യക്തിയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. 1933 മുതൽ 1945 വരെ 4 തവണയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് US പ്രസിഡന്റ് ആയത്. അപ്പോൾ 1951 മുതൽ പ്രസിഡന്റ് പദവിയിൽ ഒരാൾക്ക് 2 തവണ മാത്രമേ വരാൻ കഴിയൂ. അപ്പൊ എന്താണ്? 1951 മുതൽ പ്രസിഡന്റ് പദവിയിൽ ഒരാൾക്ക് 2 തവണ എന്ന നിലയിൽ നിയന്ത്രണം കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെയും ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി ട്രംപിന് എന്താകാൻ കഴിയില്ല? അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ കഴിയില്ല. ഏറ്റവും കുറഞ്ഞ കാലം US പ്രസിഡന്റ് പദവി വഹിച്ചത് ആരാണ്? വില്യം ഹെൻറി ഹാരിസൺ ആണ്. അദ്ദേഹം വെറും 32 ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റായി ഇരുന്നത്. വില്യം ഹെൻറി ഹാരിസൺ വെറും 32 ദിവസമാണ് വില്യം ഹെൻറി ഹാരിസൺ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്. 1841 മാർച്ച് 4 US-ന്റെ 9ാം പ്രസിഡന്റായി വില്യം ഹെൻറി ഹാരിസൺ ചുമതലയേൽക്കുകയും ഏപ്രിൽ 4 മരണപ്പെടുകയും ചെയ്തു. 9ാമത്തെ പ്രസിഡന്റ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. 32 ദിവസമാണ് പ്രസിഡന്റ് പദവിയിൽ ഇരുന്നത്. പദവിയിലിരിക്കെ മരിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്, ഓർക്കുക, മരിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റുമാര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, വധിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എന്താണ്? പദവിയിലിരിക്കെ മരിച്ച ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? നമ്മുടെ വില്യം ഹെൻറി ഹാരിസൺ. 32 ദിവസം മാത്രം അധികാരത്തിലിരുന്ന വില്യം ഹെൻറി ഹാരിസൺ ആണ് പദവിയിലിരിക്കെ മരിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ വൈറ്റ് ഹൗസ് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. അമേരിക്കൻ ഭരണകൂടത്തെ തന്നെ നമ്മൾ എന്തെന്ന് പറയാറുണ്ട്? വൈറ്റ് ഹൗസ് എന്ന് പറയാറുണ്ട്. വൈറ്റ് ഹൗസിന്റെ തീരുമാനം എന്ന രീതിയിലൊക്കെ നമ്മൾ ന്യൂസ് കാണാറുണ്ട്. അപ്പൊ അമേരിക്കൻ ഭരണകൂടത്തെ തന്നെ വൈറ്റ് ഹൗസ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇതിനുള്ളിലെ പ്രസിഡന്റിന്റെ ഓഫീസിനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഓവൽ ഓഫീസ് ആണ് ഈ വൈറ്റ് ഹൗസിനുള്ളിലെ പ്രസിഡന്റിന്റെ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായ ജോർജ് വാഷിംഗ്ടൺ ഒഴികെയുള്ള ബാക്കി എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും വൈറ്റ് ഹൗസിൽ താമസിച്ചിട്ടുണ്ട്. 2ാമത്തെ പ്രസിഡന്റ് ജോൺ ആദംസ്. അമേരിക്കയുടെ 2ാമത്തെ പ്രസിഡന്റ് ജോൺ ആദംസ്. ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജോൺ ആദംസ്. 1800 നവംബർ 1 ഇവിടെ താമസം തുടങ്ങിയത്. അപ്പൊ വൈറ്റ് ഹൗസിൽ താമസം തുടങ്ങിയ ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ജോൺ ആദംസ് ആണ്. 1800 നവംബർ 1 മുതലാണ് അദ്ദേഹം അവിടെ താമസം തുടങ്ങിയത്. 1901 തിയോഡോർ റൂസ്വെൽറ്റ് ആണ് വൈറ്റ് ഹൗസ് എന്ന പേര് നിർദ്ദേശിച്ചത്. അപ്പോൾ വൈറ്റ് ഹൗസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? തിയോഡോർ റൂസ്വെൽറ്റ് ആണ്. അപ്പൊ അതുവരെ വൈറ്റ് ഹൗസ് അറിയപ്പെടുന്നത് എക്സിക്യൂട്ടീവ് മാൻഷൻ, എന്താണ്? എക്സിക്യൂട്ടീവ് മാൻഷൻ, പ്രസിഡന്റ്സ് ഹൗസ് എന്നീ പേരുകളിലാണ്. എക്സിക്യൂട്ടീവ് മാൻഷൻ, പ്രസിഡന്റ്സ് ഹൗസ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് എന്താണ്? വൈറ്റ് ഹൗസ് ആണ്. 1901 തിയോഡോർ റൂസ്വെൽറ്റ് ആണ് വൈറ്റ് ഹൗസ് എന്ന പേര് നിർദ്ദേശിച്ചത്. 55,000 ചതുരശ്ര അടിയാണ് വൈറ്റ് ഹൗസിന്റെ ആകെ വിസ്തീർണം. എത്രയായിരുന്നു? 55,000 ചതുരശ്ര അടിയാണ് വൈറ്റ് ഹൗസിന്റെ ആകെ വിസ്തീർണം. നൊബേൽ. അപ്പോൾ ഈ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റുമാര് ആരാണെന്ന് നോക്കാം.
3 US പ്രസിഡന്റ്മാർക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്, സമാധാനത്തിനുള്ള നൊബേൽ. ഫസ്റ്റ് കിട്ടിയത് നമ്മുടെ തിയോഡോർ റൂസ്വെൽറ്റിനാണ് 1906. രണ്ടാമത് കിട്ടിയത് വുഡ്രോ വിൽസൺ 1919. ലാസ്റ്റ് മൂന്നാമത് കിട്ടിയത് ബറാക് ഒബാമ 2009. ഓർക്കുക, ഇവരെല്ലാം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇവർക്ക് എല്ലാവർക്കും നൊബേൽ പ്രൈസ്, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അപ്പൊ ആദ്യമായി കിട്ടുന്നത് തിയോഡോർ റൂസ്വെൽറ്റ് 1906, രണ്ടാമത് വുഡ്രോ വിൽസൺ 1919, മൂന്നാമത് ബറാക് ഒബാമ 2009. അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് നൊബേൽ ലഭിച്ചത് എന്നുകൂടി ഓർത്തിരിക്കുക. മറ്റൊരു വ്യക്തിയുണ്ട്, ജിമ്മി കാർട്ടർ. ആരാണ്? ജിമ്മി കാർട്ടർ. ജിമ്മി കാർട്ടറിന് 2002 സമാധാന നൊബേൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് അല്ല. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷവും നൊബേലിന് അർഹനായ വ്യക്തിയാണ് ജിമ്മി കാർട്ടർ. ഓർത്തിരിക്കുക, ബാക്കി 3 പേരും അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് സമാധാന നൊബേൽ ലഭിക്കുന്നതെങ്കിൽ ജിമ്മി കാർട്ടറിന് ലഭിക്കുന്നത് അധികാരം ഒഴിഞ്ഞതിന് ശേഷമാണ്. ലോകത്തെ വിഖ്യാത പുരസ്കാരങ്ങളായ നൊബേൽ, ഗ്രാമി, എമ്മി ഇതെല്ലാം കിട്ടിയിട്ടുള്ള ഒരേ ഒരു അമേരിക്കൻ പ്രസിഡന്റേ ഉള്ളൂ, അത് നമ്മുടെ ബറാക് ഒബാമയാണ്. അപ്പൊ എന്താണ്, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ 3 പുരസ്കാരങ്ങളാണ് നൊബേൽ, ഗ്രാമി, എമ്മി. ഇത് 3ഉം കിട്ടിയിട്ടുള്ള ഒരേ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആണ് ബറാക് ഒബാമ. ടെലിവിഷൻ രംഗത്തെ ഏറ്റവും പ്രശസ്തമായ എമ്മി പുരസ്കാരത്തിലെ ക്രിയേറ്റീവ് ആർട്സ് വിഭാഗത്തിലാണ് നമ്മുടെ ഒബാമയ്ക്ക് പുരസ്കാരം ലഭിക്കുന്നത്. ടെലിവിഷൻ രംഗത്തെ ഏറ്റവും പ്രശസ്തമായ എമ്മി പുരസ്കാരത്തിലെ ക്രിയേറ്റീവ്സ് ആർട്ട് വിഭാഗത്തിലാണ് ബറാക് ഒബാമയ്ക്ക് പുരസ്കാരം ലഭിക്കുന്നത്. അമേരിക്കയുടെ 40ാമത് പ്രസിഡന്റായ ബോളിവുഡ് നടനാണ് റൊണാൾഡ് റീഗൻ. ആരാണ്? റൊണാൾഡ് റീഗൻ 40ാമത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായ ഹോളിവുഡ് നടനാണ് ആര്? റൊണാൾഡ് റീഗൻ. റോണി എന്ന ഓമന പേരിൽ അറിയപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് ആര്? റൊണാൾഡ് റീഗൻ. 1981-89 അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. യുഎസിന്റെ ചരിത്രത്തിൽ ഒരു വനിത ഇതുവരെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്തവണയും നമ്മുടെ കമല ഹാരിസ് തോറ്റിരിക്കുകയാണ്. ജയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ചരിത്രമായി പോയേനെ, പക്ഷേ തോറ്റിരിക്കുകയാണ്. അപ്പൊ ഇതുവരെയും യുഎസിന്റെ ചരിത്രത്തിൽ ഒരു വനിത പ്രസിഡന്റ് ആയിട്ടില്ല. എന്നാൽ പ്രസിഡന്റിന്റെ അധികാരം ലഭിച്ച ഒരു വനിതയുണ്ട്. ആരാണ്? നമ്മുടെ നിലവിലെ വൈസ് പ്രസിഡന്റായ കമല ഹാരിസ് തന്നെയാണ്. US പ്രസിഡന്റിന്റെ ഭരണാധികാരം നിർവഹിച്ച വനിതയാണ് നിലവിലെ വൈസ് പ്രസിഡന്റ് കൂടിയായ കമല ഹാരിസ്. 2021 നമ്മുടെ ജോ ബൈഡന് ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായപ്പോൾ 1.15 മണിക്കൂർ, അതായത് ഒരു 1.25 മണിക്കൂർ സമയത്തേക്ക് പ്രസിഡന്റിന്റെ ചുമതല വഹിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ഏക വനിതയാണ് വൈസ് പ്രസിഡന്റ് കൂടിയായ കമല ഹാരിസ്. അപ്പോൾ ഓർക്കുക, അമേരിക്കൻ പ്രസിഡന്റിന്റെ ചുമതല വഹിച്ച ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ കമല ഹാരിസ് ആണ്. ജോ ബൈഡൻ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായപ്പോൾ ഒരു 1.25 മണിക്കൂറായിരുന്നു നമ്മുടെ കമല ഹാരിസ് എന്തായിരുന്നത്? അമേരിക്കൻ പ്രസിഡന്റിന്റെ ചുമതലയേറ്റത്. പദവി വഹിക്കവേ കൊല്ലപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്, വധിക്കപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് നമുക്കേവർക്കും പ്രിയപ്പെട്ട എബ്രഹാം ലിങ്കൺ. 1865 വധിക്കപ്പെട്ടത്. ജെയിംസ് എ ഗാർഫീൽഡ് 1881, വില്യം മക്കൻലി 1901, ജോൺ എഫ് കെന്നഡി 1963 എന്നിവരും ജീവത്യാഗം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റുമാരാണ്. അപ്പൊ മറ്റ് കൊല്ലപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റുമാർ ആരൊക്കെയാണ്? ജെയിംസ് എ ഗാർഫീൽഡ്, വില്യം മക്കൻലി, ജോൺ എഫ് കെന്നഡി. അപ്പൊ എന്നിവരും ജീവത്യാഗം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റുമാരാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ പ്രസിഡന്റ് പദവി രാജിവെച്ചൊഴിഞ്ഞ ഒരേ ഒരു പ്രസിഡന്റേ ഉള്ളൂ. ആരാണത്? റിച്ചാർഡ് നിക്സൺ. ആരാണ്? റിച്ചാർഡ് നിക്സൺ ആണ് അമേരിക്കയുടെ ചരിത്രത്തിൽ രാജിവെച്ച് സ്ഥാനമൊഴിഞ്ഞ ഒരേ ഒരു അമേരിക്കൻ പ്രസിഡന്റ്. ആരാണ്? റിച്ചാർഡ് നിക്സൺ. വാട്ടർഗേറ്റ് അഴിമതി ആരോപണത്തെ തുടർന്ന് 1974 റിച്ചാർഡ് നിക്സൺ രാജിവെച്ചത്. 1933 മുതൽ US പ്രസിഡന്റുമാർ അധികാരമേൽക്കുന്ന ദിവസമാണ് ജനുവരി 20. അപ്പൊ ഈ ജനുവരി 20 US പ്രസിഡന്റുമാർ അധികാരമേൽക്കുന്ന ദിവസമായി മാറിയത് 1933 മുതലാണ്. അടുത്ത ഓർക്കുക, ടെലിവിഷനിലൂടെ പ്രസംഗം നടത്തിയ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്. ആണ് ഹാരി എസ് ട്രൂമാൻ. ആരാണ്? ട്രൂമാൻ ആണ്. ഹാരി എസ് ട്രൂമാൻ ആണ്
ടെലിവിഷനിലൂടെ പ്രസംഗം നടത്തിയ ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്. അങ്ങനെയെങ്കിൽ ടെലിവിഷനിലൂടെ ആദ്യമായി പത്രസമ്മേളനം നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ആര്? ടെലിവിഷനിലൂടെ ആദ്യമായി പത്രസമ്മേളനം നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജോൺ എഫ് കെന്നഡി. ആരാണ്? ജോൺ എഫ് കെന്നഡി ആണ് ടെലിവിഷനിലൂടെ ആദ്യമായി പത്രസമ്മേളനം, ആദ്യമായി പ്രസംഗം നടത്തിയത് ഹാരി എസ് ട്രൂമാൻ ആണ്. ആദ്യമായിട്ട് ടെലിവിഷനിലൂടെ പത്രസമ്മേളനം നടത്തിയത് ജോൺ എഫ് കെന്നഡി ആണ്. പദവിയിലിരിക്കെ മരണമടഞ്ഞ, വധിക്കപ്പെട്ടല്ല, മരണമടഞ്ഞ ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് വില്യം ഹെൻറി ഹാരിസൺ. ആരാണ്? വില്യം ഹെൻറി ഹാരിസൺ ആണ് പദവിയിലിരിക്കെ മരണമടഞ്ഞ ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്. US പ്രസിഡന്റിന്റെ മരണത്തെ തുടർന്ന് ആ പദവിയിലേക്ക് ഉയർന്ന ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആണ് ജോൺ ടെയ്ലർ. ആരാണ്? തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത്. US പ്രസിഡന്റിന്റെ മരണത്തെ തുടർന്ന് ആ പദവിയിലേക്ക് ഉയർന്ന ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആണ് ജോൺ ടെയ്ലർ. അവിവാഹിതനായ ഒരേ ഒരു US പ്രസിഡന്റ് ജെയിംസ് ബുക്കാനൻ. ആരാണ്? ജെയിംസ് ബുക്കാനൻ ആണ് അവിവാഹിതനായ ഒരേ ഒരു US പ്രസിഡന്റ്. ടെഡി ബിയറുകൾക്ക് ആ പേര് ലഭിക്കാൻ കാരണമായ US പ്രസിഡന്റ് ആണ് തിയഡോർ റൂസ്വെൽറ്റ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഓരോ ടെഡി ബിയർ ഉണ്ടാകും. അപ്പോൾ ഇനി ആ ടെഡി ബിയർ കാണുമ്പോൾ റൂസ്വെൽറ്റിനെ കൂടി ഓർക്കുക. ടെഡി ബിയറുകൾക്ക് ആ പേര് ലഭിക്കാൻ കാരണക്കാരനായ US പ്രസിഡന്റ് ആണ് തിയഡോർ റൂസ്വെൽറ്റ്. പുലിസ്റ്റർ പുരസ്കാരം നേടിയ ഏക അമേരിക്കൻ പ്രസിഡന്റ് ആര്? പുലിസ്റ്റർ പുരസ്കാരം. പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജോൺ എഫ് കെന്നഡി. ജോൺ എഫ് കെന്നഡി ആണ് പുലിസ്റ്റർ പുരസ്കാരം നേടിയ ഏക അമേരിക്കൻ പ്രസിഡന്റ്. US നാവികസേനയിൽ സേവനമനുഷ്ഠിച്ച ആദ്യ പ്രസിഡന്റ് കൂടിയാണ് നമ്മുടെ ജോൺ എഫ് കെന്നഡി. US നാവികസേനയിൽ സേവനമനുഷ്ഠിച്ച ആദ്യത്തെ പ്രസിഡന്റ് കൂടിയാണ് ജോൺ എഫ് കെന്നഡി. തുടർച്ചയായിട്ടല്ലാതെ 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഗ്രോവർ ക്ലീവ്ലൻഡ്. ആരാണ്? ഗ്രോവർ ക്ലീവ്ലൻഡ് ആണ് തുടർച്ചയായിട്ടല്ലാതെ 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്. തുടർച്ചയായിട്ടല്ല നമ്മുടെ ഡൊണാൾഡ് ട്രംപും എന്താകുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നത്. അദ്ദേഹം 45ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ വരുന്നത് 47ാമത്തെയാണ്. അപ്പൊ 45ഉം 47ഉമാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് കൂടി ഓർത്തിരിക്കുക. തുടർച്ചയായിട്ടല്ലാതെ 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ഗ്രോവർ ക്ലീവ്ലൻഡ്. വൈറ്റ് ഹൗസിലെ ചടങ്ങിൽ വിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് ഗ്രോവർ ക്ലീവ്ലൻഡ്. എന്താണ്? വൈറ്റ് ഹൗസിലെ ചടങ്ങിൽ വിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഗ്രോവർ ക്ലീവ്ലൻഡ്. US പ്രസിഡന്റ് സ്ഥാനവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയും അലങ്കരിച്ച ഏക വ്യക്തിയാണ് വില്യം ഹോവാർഡ് ടാഫ്റ്റ്. ആരാണ്? വില്യം ഹോവാർഡ് ടാഫ്റ്റ് ആണ് US പ്രസിഡന്റ് സ്ഥാനവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയും വഹിച്ച ഏക വ്യക്തി. 2 ലോകമഹായുദ്ധങ്ങളിൽ പങ്കെടുത്ത അമേരിക്കൻ പ്രസിഡന്റ്. 2 ലോകമഹായുദ്ധങ്ങളിൽ പങ്കെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഡ്വൈറ്റ് ഡി ഐസനോവർ. ആരാണ്? ഡ്വൈറ്റ് ഡി ഐസനോവർ ആണ് 2 മഹായുദ്ധങ്ങൾ, ഇത് യുദ്ധം എന്നാണ് കേട്ടോ, 2 മഹായുദ്ധങ്ങളിൽ പങ്കെടുത്ത ഏക അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഡ്വൈറ്റ് ഡി ഐസനോവർ. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ US പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ആയിരുന്നു. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ US പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ. ആരാണ്? റിച്ചാർഡ് നിക്സൺ ആയിരുന്നു നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച ആദ്യത്തെ പ്രസിഡന്റ് ആണ് റിച്ചാർഡ് നിക്സൺ. എന്താണ്? അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കറങ്ങി എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് റിച്ചാർഡ് നിക്സൺ. അമേരിക്കൻ പ്രസിഡന്റായ ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ ആരാണ്? ബറാക് ഒബാമയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം US പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ പൗരനാണ് ബറാക് ഒബാമ. അപ്പൊ ഇത്രയുമാണ് അമേരിക്കൻ പ്രസിഡന്റുമാരെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാന വസ്തുതകൾ. ഇതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്